സ്വർണ്ണവില വാണം വിട്ട പോലെ കുതിച്ചു പായുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നും ഒരു ഉറപ്പുമില്ല. താമസിയാതെ 1,00,000 കടക്കുമെന്ന് തോന്നുന്നു. എന്തായാലും സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിപ്പോൾ സ്വർണം വാങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടാക്കനിയാണ്. പല കല്യാണങ്ങൾക്കും 10 താഴെ മാത്രം പവനായി എന്നതുള്ളതാണ് വാസ്തവം. വലിയ പവനൊക്കെ എടുത്ത് കല്യാണം നടത്തി 10, 30 പവനൊക്കെ കൊടുത്ത് സാധാരണക്കാരൊക്കെ കല്യാണം നടത്തിക്കൊണ്ടിരുന്നതാണ്. അവർക്കൊന്നും 10, 30 പവൻ എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വലിയ തോതിൽ വിലക്കയറ്റം ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. സ്വർണം കൊടുത്ത് ഇനി കല്യാണം നടത്താൻ പലർക്കും വെറും സാധാരണക്കാർക്കൊന്നും സാധിച്ചെന്ന് വരില്ല. അവരെ സംബന്ധിച്ചത് സ്വർണം എന്നൊരു വലിയ കിട്ടാക്കനിയായി മാറും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് നേരെ ചൊരിഞ്ഞിരിക്കുന്ന അമിത തീരുവ അതുപോലെ ഡോളറും റുപ്പയുമായുള്ള വലിയ വ്യത്യാസം, രൂപ ഡോളറുമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വളരെ താഴേക്ക് വളരെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഇനിയും സ്വർണത്തിൻ്റെ വില വലിയ തോതിൽ കുതിച്ചു കയറും. ആ അവസ്ഥ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പലർക്കും വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണ്ണമെടുക്കുക വലിയ ബുദ്ധിമുട്ടാകും. തന്നെയുമല്ല, വലിയ തുക സ്വർണത്തിനൊക്കെ വലിയ നിരക്ക് കൂടുമ്പോൾ ഇനി മറച്ച് വിറ്റാൽ ചിലപ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സും കൊടുക്കേണ്ട അവസ്ഥ വരും. വിൽക്കുന്ന തുകയ്ക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജ് സർക്കാരിന് ടാക്സും കൂടെ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമായിരിക്കും. എന്തായാലും ഈ വില ഇങ്ങനെ തുടർന്ന് പോകുന്നത് എപ്പോൾ ഇതിൻ്റെ വില താഴേക്ക് വരുമെന്ന് കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ടി വരും.